ആ ടോണി, നീ എന്താ രാവിലെ തന്നെ? എന്താടാ നീ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? അത് ആ നീ ഇടേറ്റ് ഭക്ഷണത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. നിനക്ക് വേണ്ടി ഞാനൊരു ഡിഷ് ഉണ്ടാക്കിയായിരുന്നു. മീനവിയലല്ലോ. ആ സത്യം പറടാ, എന്താ കാര്യം? സത്യമായിട്ടും. എന്നാ പിന്നെ ഞാൻ റോയിച്ചിനോട് പറഞ്ഞേക്കാം, നീ രാവിലെ ഇങ്ങോട്ട് പോകുന്നത് കുക്ക് ചെയ്യാനായിട്ടാണെന്ന്. മസാലയും പച്ചക്കറിയൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ മൊത്തം വൃത്തികേടാക്കിയിട്ടേക്കാണെന്നും പറയാം. അയ്യോ ടോണി, ചതിക്കല്ലേ. റോയ്ച്ചൻ ഇതറിഞ്ഞ എന്നെ സവാള അരിയുന്ന പോലെ അരിയും. ഞാൻ സത്യം പറയാം. അങ്ങനെ വഴിക്ക് വാ. എടാ, നിനക്ക് ഫൽഗുണാക്ഷൻ പിള്ളേനെ അറിയില്ലേ? എന്ത്? എടാ, ഫൽഗുണാക്ഷൻ പിള്ള ഡയറക്ടറാ. പുള്ളി ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്. കുറച്ചാലും കൂടെ എന്നാൽ ഡയറക്ഷൻ പഠിക്കാം. അതുകൊണ്ട് ഞാനൊരു ഷെഫാന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ടെ. ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ. നല്ല 2-3 ഡിഷൊക്കെ ഉണ്ടാക്കി അയാളെ കയ്യിലെടുത്താ അയാളെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഞാൻ സൂപ്പർ സ്റ്റാർ ആവും. ഇന്നെന്താ നിന്റെ സൂപ്പർ സ്റ്റാർ ഡയലോഗ് കേൾക്കാത്തതെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. വേണ്ട, ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇത് കഴിച്ച് വയറിളക്കായ ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം കൊള്ളാവും. എന്താടാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്ത് പണ്ടാരം ഒരുപാട്. നിനക്ക് അവിടെ എന്തെങ്കിലും വിരോധമുണ്ടോ? എരു കൂടുതലല്ലേ? പുള്ളിക്ക് എരു കൂടിയ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടാ. ഇവനെ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പറഞ്ഞു വിടണമല്ലോ എൻ്റെ കർത്താവേ. എടാ, നീ ഇന്ന് എയർപോർട്ടിൽ പോകുന്നില്ല? അവിടെ എന്താ? ഇന്നലെ ഷാറൂഖ് ഖാൻ കൊച്ചി ലാൻഡ് ചെയ്യുന്നേ. ഷാറൂഖ് ഖാനാ? ഇന്ന് പേപ്പറിലൊന്നും കണ്ടില്ലല്ലോ. അത് രഹസ്യമായിട്ടാ വരുന്നേ. ഇന്ന് രാവിലെ എയർപോർട്ടിലെത്തും. ശരിക്കും പോയ ഒരു ഓട്ടോഗ്രാഫ് കിട്ടോടാ? പിന്നെ മാത്രമല്ല, അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ നേരിട്ട് കണ്ട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റും. ആണാ? അല്ല, നീ വരുന്നില്ലേ? വരണമെന്നുണ്ടാ, പക്ഷെ റോയിച്ചൻ കുറെ പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. സാരില്ലടാ, നിനക്കുള്ള ഓട്ടോഗ്രാഫ് കൂടി ഞാൻ വാങ്ങിക്കാം. നീ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണേ. ഷാറൂഖ് ഖാനോട് നീ പറയാനുണ്ടോ? ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന് പറഞ്ഞു. വാ, ക്യാ ബാത് ഹൈ. അവിടെ ചെന്നിട്ട് ഷാറൂഖ് ഖാൻ ഇല്ലെന്നറിയുമ്പോ എയർപോർട്ടിന് തീടാതിരുന്നാ മതിയായിരുന്നു. ഷോപ്പും തുറന്നു വെച്ച് ഇവന്മാരെ എവിടെ പണ്ടാറങ്ങി കിടക്കണോ? നീ എവിടെയാ? ഞാനിവിടെ എറണാകുളത്ത് തന്നെ ഉണ്ട്, ഒന്ന് കറങ്ങിറങ്ങിയതാ. ആരും നോക്കാനില്ലാതെ കോഫി ഷോപ്പും തുറന്നു വെച്ചോണ്ടാണോ നിന്റെ കറക്കം? വല്ല കള്ളന്മാരും വന്ന് എന്തെങ്കിലും എടുത്തിട്ടോ ഇരുന്നെങ്കിലോ? ഞാൻ അവിടെ എൻ്റെ 2 ഫ്രണ്ട്സ് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, ഇതന്നെ കട്ടോണ്ട് പോകാൻ അവിടെ എന്താ ഉള്ളത്? എന്നെ മുടിപ്പിക്കാനായിട്ടുണ്ടായ ജന്മമാണോടാ നീ? ഇതിപ്പോൾ ഉച്ചവരെയുള്ള തിരക്കുകൾ ക്യാൻസലായി ഞാനിപ്പോൾ ഇവിടെ വന്നോണ്ട് എനിക്കിത് കാണാൻ പറ്റി. നിന്റെ രാവിലത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വെറുതെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. എവിടെ പട്ടിയുടെ വാല് കുഴലിട്ട് ഞാൻ നേരാന്ന് വിചാരിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. തെറി കേൾക്കാതിരിക്കണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. പാറു, നീ ആ സാറേനൊന്ന് വിളിച്ചേ. എന്താ റോയിച്ച? നമ്മുടെ സ്ഥലം CI ആ. ഞാനിപ്പോ വരാം. ഹായ് സാർ. ഹായ് റോയ്, ഇത് നിങ്ങളുടെ ഹോട്ടലായിരുന്നു? ആ, എന്താ സുഖം? ഓ, എന്താ സാർ, വല്ല കുഴപ്പമുണ്ടോ? വല്ല റെയ്ഡോ മറ്റോ? ഞാൻ അപ്പുറത്തെ ഹോട്ടലൊന്ന് ചെക്ക് ചെയ്യാൻ വന്ന്. ആ, ഇപ്പൊ എല്ലാ പണിയും പോലീസുകാർ തന്നെ ചെയ്യണ്ടേ? ശരിയാ. എന്നാ സാറിനൊരു കോഫി എടുക്കട്ടെ? ഇവിടുത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് മിക്സ് കോഫി ഉണ്ട്. വേണ്ട, അവിടെ TV ചാനലിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയത്. അവരെന്നെ കണ്ട പിന്നെ അത് മതി. എന്നാലും സാർ ഇവിടെ ഒരു വന്ന സ്ഥിതിയെ ഒന്നും കുടിക്കാതെ പോരുത്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്നാ വേഗം വേണം. അതാ ഇപ്പോൾ കൊണ്ടുവരാം. എന്താ സാറാ? റോയിച്ച, ആ കിച്ചൺ ഒന്ന് പോയി നോക്കിയേ. ഒക്കെ അലങ്കോലറ്റി ഇട്ടിരിക്കുക. ആ ടോണിയുടെ ആനന്ദിനെ പണിയാ. അവന്മാർക്കൊന്നും ഞാൻ കൊടുക്കുന്നുണ്ട്. പറു, നീ പെട്ടെന്നൊരു കോഫി ഉണ്ടാക്ക്. റോയിച്ച, എന്താ? നമ്മുടെ പുതിയ കോഫി മേക്കർ കാണാനില്ല. കാണാനില്ലെന്നോ? വാങ്ങിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ. ശരിക്കും എല്ലായിടത്തും ഒന്നും കൂടി നോക്കിയേ. എല്ലാം അവിടെ നോക്കി, എവിടെയും ഇല്ല. ഷോപ്പ് തുറന്നിട്ടിട്ട് പോയപ്പോൾ ആരെങ്കിലും അടിച്ചോണ്ട് പോയായിരിക്കും. ആ ടോണി ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് അവൻ്റെ 16 അടി നേരം ഞാൻ നടത്തും. നീ ഒരു കാര്യം ചെയ്, പഴയ കോഫി മേക്കറിലുണ്ടാക്ക്. അതാകെ പൊടി പിടിച്ച് കിടക്കുക റോയിച്ച. പിന്നെ അതിനെന്തോ കംപ്ലൈന്റ് ഉണ്ടെന്നും ആനന്ദ് പറയുന്നത് കേട്ടായിരുന്നു. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. തൽക്കാലം നീ അതിൽ കോഫി ഉണ്ടാക്ക്. ഞാൻ നിർബന്ധിച്ചിട്ടാ CI അവിടെ ഇരിക്കുന്നത്.
ഇനി അങ്ങേരോട് കോഫി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പോയി കുറച്ചു നേരം അങ്ങേരോട് മിണ്ടിയും പറഞ്ഞിരിക്കാം. അപ്പോഴത്തേക്ക് നീ കോഫി ഉണ്ടാക്കും. ഓക്കെ. ആ പിന്നെ അതിനകത്ത് കോഫി പൗഡറും ഷുഗറും ഉണ്ടാവില്ല. രണ്ടും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നിറയ്ക്കണം. ഓക്കെ? ഓക്കെ റോയിച്ച. 2 വർഷമായി സാർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ്? കുഴപ്പമില്ല. ഹായ് സർ, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ കോഫിയാണ്. ഇറ്റ്സ് കോൾഡ് ചോക്ലേറ്റ് മിക്സ് കോഫി. താങ്ക് യു. ഇതെന്ത് കോഫി ഇത്? ഇത്ര വൃത്തികെട്ട കോഫി ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. നല്ല കോഫിയാണ് സർ. സാറിന് നാവല് വല്ല പ്രശ്നം കാണും. ഓ, ഇതിപ്പോ എന്റെ കുറ്റമായല്ലേ? ഇതുപോലത്തെ കോഫി നിങ്ങൾ ഇവിടെ എല്ലാവർക്കും സെർവ് ചെയ്യുന്നേ? സാർ പ്രശ്നം ഉണ്ടാക്കരുത്. വേണേൽ വേറെ കോഫി എടുക്കാം. വേണമെങ്കിലോ? ആർക്ക് വേണമെങ്കിൽ എടുക്കെടുക്ക്. നിങ്ങളുടെ കോഫി ഷോപ്പിന്റെ പേപ്പേഴ്സ് എല്ലാം എടുക്ക്. അയ്യോ സാർ പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു കോഫി ഉണ്ടാക്കാൻ അറിയാത്ത നിങ്ങളാണ് ഇതുപോലത്തെ ഷോപ്പ് നടത്തുന്നത്. ആ പേപ്പേഴ്സ് എന്തായാലും എടുക്കെടുക്ക്. സാർ ഇതെന്തോ അബദ്ധം പറ്റിയതാവാനേ വഴിയുള്ളൂ. ഇനി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം ചെയ്യ്, പേപ്പേഴ്സ് എന്നിട്ട് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോ. സാർ ആ എണ്ണം കെട്ടവനെ കണി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നത്തെ ദിവസം പോക്കാണെന്ന്. സോറി റോയിച്ച, ഞാൻ ആ സിഐയോട് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയ്ക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തായാലും നടന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ പോയ സിയുടെ ഫ്രണ്ടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ അയാളെ പോയി കണ്ടിട്ട് സിയുടെ ഓഫീസിലേക്ക് വരട്ടെ. ശരി ശരി റോയിച്ച.